ഏകീകൃത കുർബാനയിൽ മാറ്റമില്ലെന്ന് എറണാകുളം അങ്കമാലി അതിരൂപത മെത്രാപ്പൊലിത്തൻ വികാരി ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനി. മാർപ്പാപ്പയുടെ തീരുമാനം അന്തിമമാണ്. പുതിയ ചുമതല ഏറ്റെടുത്ത ശേഷം കൊച്ചിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതിനിടെ ബിഷപ്പ് ഹൗസിൽ ഇന്നലെ നടന്ന സംഘർഷങ്ങളിൽ വൈദികർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസെടുത്തു. അതിക്രമിച്ച് കയറിയതിനടക്കം 4 കേസുകളാണ് എറണാകുളം സെൻട്രൽ പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഏകീകൃത കുർബാന നടപ്പാക്കണമെന്ന നിർദ്ദേശത്തിൽ നിന്ന് പിന്നോട്ടു പോകാനില്ല. മാർപ്പാപ്പയുടെ തീരുമാനം അന്തിമമാണ്. പരിഹരിക്കാൻ ഏൽപ്പിച്ച ദൗത്യം കൃത്യമായി നിറവേറ്റുമെന്നും ബിഷപ്പ് ജോസഫ് പാംപ്ലാനി പറഞ്ഞു. ഞായറാഴ്ച ഒരു കുർബാനയെങ്കിലും ഏകീകൃത കുർബാന ചൊല്ലിയാൽ നടപടിയുണ്ടാകില്ല. എറണാകുളം അങ്കമാലി അതിരൂപതയെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാൻ തന്നെയാണ് ഇന്നലെ സമാപിച്ച സിനഡ് തീരുമാനിച്ചത്. തീർച്ചയായും എറണാകുളം അങ്കമാലി അതിരൂപത വഴി സഭയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായതായി നമുക്കറിയാം. അതുപോലെ തന്നെ സഭയുടെ തീരുമാനങ്ങൾ അവരെ വേദനിപ്പിച്ചതായി അവർ ചിന്തിക്കുന്നുണ്ട്. ഈ വിഷയങ്ങളെയൊക്കെയും ശാന്തവും സൗമ്യവുമായ രീതിയിൽ പരിഹരിച്ചെടുക്കുക എന്നുള്ള ഉത്തരവാദിത്വമാണ് സിനഡ് എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. അതിരൂപതയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണ് സിനഡ് ഏൽപ്പിച്ച ഉത്തരവാദിത്തമെന്നും ജോസഫ് പാംപ്ലാനിക്ക് ഇതിനുള്ള ചുമതല താൻ കൈമാറിയിട്ടുണ്ടെന്നും മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ വിശദമാക്കി. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണ് സിനഡ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തം കാര്യക്ഷമമായിട്ട് നിർവഹിക്കുന്നതിന് സിനഡിൻ്റെ നിർദ്ദേശപ്രകാരം തലശ്ശേരി രൂപതയുടെ മെത്രാപ്പൊലിത്തയായിട്ടുള്ള ഇപ്പോഴത്തെ ജോസഫ് പാംപ്ലാനി പിതാവിനെ എറണാകുളം അതിരൂപതയുടെ ചാർജ് വിക്കർ ഓഫ് ദി മേജർ ആർച്ച് ബിഷപ്പ് എന്ന നിലയിൽ കൈമാറി. ഞങ്ങൾ ആ കൈമാറ്റ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. സഭ ഏൽപ്പിച്ച ചുമതല ആത്മാർത്ഥമായി ചെയ്തിട്ടുണ്ടെന്നും ജയമോ പരാജയമോ അല്ല വിഷയമെന്നും അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്റർ ചുമതലയൊഴിഞ്ഞ ബിഷപ്പ് ബോസ്കോ പുത്തൂർ പറഞ്ഞു. ബോസ്കോ പുത്തൂരിന് പകരക്കാരനായാണ് എറണാകുളം അങ്കമാലി അതിരൂപത മെത്രാപ്പൊലിത്തൻ വികാരിയായി ജോസഫ് പാംപ്ലാനി ചുമതലയേറ്റത്. തലശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പാണ് നിലവിൽ പാംപ്ലാനി. 2 ചുമതലകളും ഒരുമിച്ച് വഹിക്കും. ഇതിനിടെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ തർക്കങ്ങളുടെ തുടർച്ചയായി ബിഷപ്പ് ഹൗസിന് മുന്നിൽ നടന്ന സംഘർഷങ്ങളിൽ വൈദികർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകളിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ബിഷപ്പ് ഹൗസിൽ കയറി നാശനഷ്ടമുണ്ടാക്കിയതിന് 21 വൈദികർക്കെതിരെയാണ് കേസ്. SI അടക്കമുള്ള പോലീസുകാരെ ആക്രമിച്ചതിന് 20 വൈദികർക്കെതിരെയും കേസുണ്ട്. വഴി തടഞ്ഞ് സമരം ചെയ്തതിനും കേസെടുത്തിട്ടുണ്ട്. ജനം, കൊച്ചി.